നാച്ചുറൽ സയൻസിൽ അധ്യാപകനായിരുന്ന ഒരു ടീച്ചർ എഴുതിയ പുസ്തകമാണ്, ഒരു പ്രൊഫസർ എഴുതിയ പുസ്തകമാണ്. ആ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്ന കാര്യം, ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ഒരൊറ്റ കുട്ടി പോലും മറത്തൊരു ചോദ്യം എന്നോട് ചോദിച്ചിട്ടില്ല. അത്രമാത്രം കുട്ടികളുടെ ശ്രദ്ധ ആകർഷിച്ചുകൊണ്ട് പഠിപ്പിക്കുവാൻ എനിക്ക് കഴിവുണ്ടായിരുന്നു. ഞാൻ ക്ലാസ്സിലേക്ക് ചെല്ലും, കുട്ടികൾ കണ്ണെടുക്കാതെ എന്നെ നോക്കിക്കൊണ്ടിരിക്കും. എൻ്റെ വാക്കുകളും വരികളും ആ കുട്ടികളുടെ ഹൃദയത്തിലേക്ക് ആഴ്ന്നിറങ്ങും. അത്രമാത്രം കോൺഫിഡൻ്റ് ആയിരുന്നു. പക്ഷേ അന്ന് ഒരു വെള്ളിയാഴ്ചയായിരുന്നു. ഞാൻ എൻ്റെ ക്ലാസ്സിലേക്ക് കടന്നു ചെന്നു. ഏതാണ്ട് 20 മിനിറ്റ് പഠിപ്പിച്ച് കഴിഞ്ഞപ്പോൾ മൂന്നാമത്തെ നിലയിലിരിക്കുന്ന ആൺകുട്ടി പെട്ടെന്ന് എന്നോട് പറഞ്ഞു, സർ സ്റ്റോപ്പ്. ഞാൻ വെട്ടിപ്പോയി. എന്നോട് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു വിദ്യാർത്ഥി സ്റ്റോപ്പ് എന്ന് പറയുന്നത്. ഞാൻ അവൻ്റെ അരികിലേക്ക് നടന്നുകൊണ്ട് ചോദിച്ചവരോട് വാക്യമാണ്, നിനക്ക് എന്താണ് വേണ്ടത് ചോദിച്ചു. അവൻ പറഞ്ഞു, സോറി സർ, എൻ്റെ ശ്രദ്ധ മാറിപ്പോയി. പക്ഷെ എനിക്ക് തുടരാൻ സാധിക്കില്ല. കാരണം ഒരു വിദ്യാർത്ഥിയാണോ, ഞാൻ എപ്പോൾ പഠിപ്പിക്കണം എപ്പോൾ നിർത്തണം തീരുമാനിക്കുന്നത്. അതുകൊണ്ട് അന്ന് ക്ലാസ്സിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഞാൻ അവർ പൂർത്തിയാക്കി ഞാൻ വീട്ടിലേക്ക് വരും. എത്രയോ കാലം അതിനെ അവസരപ്പെടുത്തിക്കൊണ്ടിരുന്നു. ആ വിദ്യാർത്ഥിയുടെ മുഖം ഒരു പുകയോടുകൂടി ഞാൻ ഓർത്തുകൊണ്ടിരുന്നു. അധ്യാപക ജോലിയുടെ കീഴിൽ വർഷങ്ങൾ കഴിഞ്ഞ് നിർമ്മിച്ച് ഒരു ഓട്ടോബയോഗ്രഫി എഴുതാൻ വേണ്ടി പേനയും കടലാസ് കയ്യിലെടുത്തപ്പോൾ എൻ്റെ ചിത്രത്തിലേക്ക് തീർത്തുകൊണ്ടോ അവൻ എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഏത് രാജ്യക്കാരാണോ, ഇപ്പൊ അവൻ എന്താണ് ജോലി എന്ന് അറിയാൻ വേണ്ടി കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ നാച്ചുറൽ സയൻസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയിട്ട് ഞാൻ അന്വേഷിച്ചു. രജിസ്റ്റർ പരിശോധിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അവരുടെ പേര് ജവഹർ എന്നാണ്. അവൻ അന്ന് ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാനമന്ത്രിയായി അവൻ മാറിയിരിക്കുന്നുള്ള കാര്യം അല്ലെ? ഇതാണ് ശ്രദ്ധ. നിങ്ങളുടെ ക്ലാസ്സിൽ ഞാൻ വീണ്ടും പറയുന്നു, അറ്റൻഷൻ ഈസ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇനിയുള്ള കാലം നിങ്ങൾ പഠിക്കാൻ പോകുന്നത് ഇതുവരെ പഠിച്ച ഒരു രീതിയല്ല. ഇനി നിങ്ങളെയാണ് കഴിയുന്നത്. ഇതുവരെ അധ്യാപകർക്ക് പഠിപ്പിക്കുന്ന കാര്യങ്ങളിൽ അത്രമാത്രം നിങ്ങളോട് ശ്രദ്ധിച്ചിരിക്കാനും വഴക്ക് പറയാനൊക്കെ സ്വാതന്ത്ര്യമുണ്ടായിരുന്നു. പക്ഷെ നിങ്ങളിപ്പോൾ മുതിർന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇനി പഠിപ്പിക്കുമ്പോൾ ആ പഠിക്കുക എന്ന് പറയുന്ന റെസ്പോൺസിബിലിറ്റി നിങ്ങളുടെ മാത്രമാണ്. സോ അറ്റൻഷൻ, എ ഫോർ അറ്റൻഷൻ. ഓക്കെ, ഇനി ഒരു കാര്യം കൂടി പറഞ്ഞു, എ ഫോർ അംബിഷൻ. അംബിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അദമ്യമായിട്ടുള്ള ആഗ്രഹമാണ്. ഉയരങ്ങളിലേക്ക് കുതിക്കാനുള്ള അദമ്യമായിട്ടുള്ള ആഗ്രഹം ഉള്ളിലുണ്ടായിരിക്കുക എന്ന് പറയുന്നത് പ്രധാനമാണ്. അടുത്ത അക്ഷരം യെസ്. യെസ് എന്ന് പറയുന്നത് സിൻസിയറിറ്റിയാണ്, ആത്മാർത്ഥത. ചെയ്യുന്ന ജോലിയോട് കാണിക്കുന്ന ആത്മാർത്ഥത. ഏത് ജോലി വേണമെങ്കിലും ചെയ്യാം. ഞാൻ 45 വർഷം ധ്യാനത്തിലാണ്. മാജിക്കൽ രംഗത്തേക്ക് വരുന്ന സമയത്ത് ഒരു തെരുവിൽ മാമാക്കിൽ മാത്രം കൊണ്ടുനടന്നിരുന്ന ഒരു ഇന്ദ്രജാലകാരിയെ പണയിൽ ജീവിച്ച ഒരാളാണ്. മാജിക് മാത്രമായി കണ്ട ജീവിതം. ഒരിക്കലും മാജിക്കിൽ സ്കോപ്പില്ലാതെ നടന്നുകൊണ്ട് എൻ്റെ നാട്ടുകാരനെ തള്ളിപ്പറഞ്ഞതാണ്. ബാംഗ്ലൂർ LLB പോയി കഴിഞ്ഞതിന് ശേഷം 1 വർഷം അവിടെ പഠിച്ചിട്ട് മാർക്കറ്റ് പോലും അവിടെ കളഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോകുന്നതാണ്. നാട്ടുകാർക്കുള്ളിൽ ബ്രഹ്മാടിക്കുട്ടി എന്നുള്ള പേരിൽ ജീവിതത്തിൽ ഉണ്ടാക്കിയ ആളാണ്. പക്ഷേ അപ്പോഴൊക്കെ ഉള്ളിൽ അദമ്യമായിട്ടൊരു പ്രണയം ഉണ്ടായിരുന്നു. ഇന്നത്തോടുള്ള പ്രണയം. ആ പ്രണയം ഞാൻ സൂക്ഷിച്ചുകൊണ്ടാണ് മാജിക്കിന്റെ രംഗത്തിൽ ചെയ്യാൻ സാധിച്ചത്. ഞങ്ങൾ പറയുന്നത് ഏത് മേഖലയാണെങ്കിലും ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്നത്